ബോയിംഗ് വിമാനങ്ങളിലെ ഇന്ധന സ്വിച്ച് സംവിധാനങ്ങളിൽ മുൻകരുതൽ പരിശോധനകൾ നടത്തിയതായി ദേശീയ വിമാന കമ്പനിയായ ഒമാൻ എയർ പ്രാദേശിക മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഒമാൻ എയർ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ക്യാപ്റ്റൻ നാസർ അൽ സാൽമിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. റെഗുലേറ്ററി മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി മുൻകരുതൽ നടപടിയായും ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങളോടുള്ള നിരന്തരമായ പ്രതിബദ്ധതയുടെ ഭാഗമായും എല്ലാ ബോയിംഗ് വിമാനങ്ങളിലും ഇന്ധന സ്വിച്ച് പരിശോധനകൾ നടത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ബോയിംഗും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനും ഇന്ധന സ്വിച്ച് ലോക്കുകളുടെ സുരക്ഷ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും ഒമാൻ എയർ, ഇത്തിഹാദ്, സിംഗപ്പൂർ എയർലൈൻസ് എന്നിവയുൾപ്പെടെ നിരവധി വിമാന കമ്പനികൾ പ്രവർത്തന ഉറപ്പിന്റെയും സുരക്ഷാ തുടർച്ചയുടെയും താൽപര്യാർത്ഥം കൂടുതൽ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ജൂലൈ 21-നകം എല്ലാ ബോയിംഗ് വിമാനങ്ങളിലെയും ഇന്ധന സ്വിച്ച് ലോക്കിംഗ് സംവിധാനങ്ങളുടെ പരിശോധനകൾ നടത്താൻ ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ റെഗുലേറ്റർ വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമീപകാല സാങ്കേതിക അവലോകനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നിർദ്ദേശം. ഇന്ത്യയിലെ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് കാരണമായത് എഞ്ചിനുകളിലേക്ക് ഇന്ധനം എത്തിക്കുന്ന സ്വിച്ചുകൾ റൺ മോഡിൽ നിന്ന് കട്ട് ഓഫ് മോഡിലേക്ക് മാറിയതാണെന്ന എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് വിമാന കമ്പനികൾ പരിശോധനകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഗൾഫ് മാധ്യമം, മസ്കത്ത്.